dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 161ാമത്തെ എപ്പിസോഡിൽ കോഫിയ എന്ന അധ്യായത്തിൻ്റെ മൂന്നാമത്തെയും അവസാനത്തെയും ഭാഗമാണ് പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് കോഫിയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കൂടുതൽ അറിവുകൾ കെൻറ്റ് തരുന്നുണ്ട്. കോഫിയുടെ ഹെഡ് ഏക്കിൻ്റെ സവിശേഷതകൾ, അതിൻ്റെ ജനറലും പർട്ടിക്കുലറുമായിട്ടുള്ള നേരത്തെ പറഞ്ഞ ആ ഒരു വൈരുദ്ധ്യത്തിൻ്റെ പുതിയ ചില മാനങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, മെൻസ്ട്രുവേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സെൻസിറ്റീവുമായിട്ട് ബന്ധപ്പെട്ടും സെക്ഷുവാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഒക്കെ ഇവിടെ കെൻറ്റ് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ കമോമില്ല, നക്സ്, പൾസാറ്റില തുടങ്ങിയ ഔഷധങ്ങളുമായി കോഫിയെ ചില ആസ്പെക്ട്സിൽ കെൻറ്റ് ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. നമുക്ക് കമ്പാരിറ്റീവായിട്ട് പല കാര്യങ്ങളും ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് അവയിലേക്ക് വിശദമായിട്ട് പ്രവേശിക്കാം. There is another head symptom which is quite common, a feeling of as if a nail were driven to the head. തലവേദനയുടെ ഒരു സവിശേഷത, തലയിലേക്കൊരു ആണി അടിച്ചു കയറ്റിയാലെന്നതുപോലെ ഉള്ളൊരു ഫീല്. ഇതേപോലെ ചില ആളുകൾ, എല്ലാവരും പറയില്ല, ചില ആളുകൾ അവരുടെ അനുഭവങ്ങളെ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കും. അവരുടെ മെറ്റീരിയ മെഡിക്കയിലെ ഭാഷയിൽ തന്നെ വിശദീകരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, തലയിലൊരു ഇരുമ്പ് കൊട്ട ചുറ്റി വിരിഞ്ഞ് മുറുക്കിയാൽ എന്ന പോലുള്ള വേദന എന്ന് ഏതൊരു ഔഷധത്തിലുണ്ട്. ഒരു സുഹൃത്ത് എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. തലവേദനയെക്കുറിച്ച് ഒരു പട്ട, ഇരുമ്പിൻ്റെ പട്ട തലയിലും ചുറ്റി വിരിഞ്ഞ് മുറുക്കിയാൽ എന്നുള്ള വേദന, അതുപോലെ ആണി അടിച്ചാലോ എന്ന വേദന, അങ്ങനെ കൃത്യമായിട്ട് പറയും. കൃത്യമായിട്ടുള്ള അത്തരം വിശദീകരണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഔഷധങ്ങളിലേക്ക് അത് വഴി കാണിക്കുകയും ചെയ്യും. കോഫിയ ഹെഡ് ഏക്സ് ആർ വേഴ്സ് ഫ്രം വാക്കിംഗ്, ഫ്രം മോഷൻ, ഫ്രം ദ മിയർ മൂവിങ് അക്രോസ് ദ ഫ്ലോർ. അതായത് ചെറിയൊരു ചലനം കൊണ്ട്, നടപ്പുകൊണ്ട്, അതായത് നമ്മളെ മുറിയിലൂടെ നടക്കുന്നത് കൊണ്ട് ഒക്കെ കോഫിയുടെ ഹെഡ് ഏക്ക് വർദ്ധിക്കും. ഹി സേസ് ഹി ഫീൽസ് എ ഡ്രാഫ്റ്റ് ഓഫ് എയർ ഓൺ ദ ഹെഡ്. നടക്കുമ്പോൾ എന്താ, വായുമായിട്ട് ഇങ്ങനെ വായു അടിക്കുന്ന പോലെ തോന്നുമല്ലോ, അപ്പോൾ ഒരു തണുത്ത കാറ്റടിക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ നടക്കുന്ന കൊണ്ട് വളരെ മൈൽഡായിരിക്കും. വായുമായിട്ടുള്ള നമ്മളൊരു റിലേറ്റീവ് മൂവ്മെൻറ്റ് വരുന്നേ ഉള്ളൂ. ആ ഒരു റിലേറ്റീവ് മൂവ്മെൻറ്റ് പോലും ഒരു പ്രയാസമായിട്ട് കോഫി പേഷ്യൻ്റ് തോന്നുന്നു. അത്രയ്ക്ക് സെൻസിറ്റീവാണ്. ആൻഡ് ദാറ്റ് ഈസ് ട്രൂ ഓഫ് ദ പെയിൻ ഇൻ എനി പാർട്ട് ഓഫ് ദ ബോഡി. തലയിൽ മാത്രമല്ല, ശരീരത്തിൽ എവിടെ വേദന ഉണ്ടായാലും ഈ ഒരു സ്ലൈറ്റ് ഡ്രാഫ്റ്റിനോട് പോലും സെൻസിറ്റീവ് ആകുന്നു, വേദനകൾ വർദ്ധിക്കുന്നു. If a coffee patient should have a pain in the hand, swinging of the hand through the air will aggravate. ഒരു ഉദാഹരണം പറയുന്നത്, കയ്യിലാണ് വേദനയെങ്കിൽ കൈ ഇങ്ങനെ വായുവിലൂടെ കൈ വീശുമ്പോൾ വായു അനങ്ങുന്നില്ല, കൈ വീശുമ്പോൾ റിലേറ്റീവ് മോഷൻ ഉണ്ടാകുന്നു. ആ റിലേറ്റീവ് മോഷൻ പോലും കോഫിയ പേഷ്യൻറ്റിൻ്റെ കയ്യിലെ വേദനയെ വർദ്ധിപ്പിക്കുന്നു. തലയിലും കയ്യിലും ശരീരത്തിൽ എവിടെയായാലും ഒരു സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ് പോലും, കാറ്റടിക്കണമെന്നില്ല, കാറ്റടിക്കണ്ട, ശരീരം അനങ്ങി റിലേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടായാൽ മതി, ബുദ്ധിമുട്ട് വർദ്ധിക്കും. അത്രയ്ക്ക് സെൻസിറ്റീവാണ് കോഫിയ. When coffee furnishes a crunch, it is a sure indication that drinking it must be stopped. അപ്പോൾ ക്രഞ്ച് എന്ന് പറയുന്നത് അതിനോട് ഡിപ്പെൻഡൻസി, എന്ത് സാധനത്തിനോട് ഡിപ്പെൻഡൻസി, കാപ്പിയോട്, ചായയോട്, ലഹരി വസ്തുക്കളോട്, മദ്യത്തോട്, പുകയിലയോട്, എന്തിനോടും ഒരു ഡിപ്പെൻഡൻസി, ഒരു ക്രഞ്ച് വന്നു കഴിഞ്ഞാൽ അത് നിർത്തണം. കെൻറ്റ് തരുന്നൊരു പ്രധാനപ്പെട്ട ഉപദേശമാണത്. ഔഷധങ്ങളിലൂടെ മാത്രമല്ല, മനുഷ്യൻ്റെ ഇച്ഛാശക്തിയോട് പ്രവർത്തിക്കണം. വിൽ പവർ അവനെ നമ്മൾ എക്സേർട്ട് ചെയ്യണം. ആ ക്രഞ്ചിനെ നമ്മൾ പൊളിക്കണം. നമ്മൾ ഇച്ഛാശക്തി കൊണ്ട് ആ ഡിപ്പെൻഡൻസിയെ നമ്മൾ മാറ്റണം. ഡിപ്പെൻഡൻസി മാറ്റിയാലേ ക്ലിയർ സിംറ്റംസ്, ട്രൂ സിംറ്റംസ് പുറത്തു വരികയുള്ളൂ. സച്ച് പേഴ്സൺ സംടൈംസ് ബിക്കം സെൻസിറ്റീവ് ടു കോഫി ആൻഡ് ദേ ഡ്രിങ്ക് ഇറ്റ് ഇൻ ഗ്രേറ്റ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കോഫിയോട് അല്ല എന്തിനോടാണെങ്കിലും ചായയോടോ മദ്യത്തോടോ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നു. അത് വരുമ്പോൾ കൂടുതൽ കഴിക്കാനുള്ള ഒരു ത്വര വരുന്നു. ദ ഫേസ് ബിക്കംസ് റെഡ്. അപ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് ദ ഫേസ് ബിക്കംസ് റെഡ്, ഹെഡ് ഏക്സ് കം ഓൺ ആൻഡ് അതർ സിംറ്റംസ് ഓഫ് കോഫിയ. അപ്പോൾ മുഖം ചുവക്കുന്നു, തലവേദന വരുന്നു, കോഫിയുടെ മറ്റ് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നു. അപ്പോൾ കോഫിയോടൊരു എക്സ്ട്രീം സെൻസിറ്റിവിറ്റി വന്നു എന്നർത്ഥം. സ്റ്റോപ്പിംഗ് കോഫി ബ്രിങ്സ് ഔട്ട് ക്വൈറ്റ് എ പ്രൂവിങ് ആൻഡ് യു വിൽ ഹാവ് ടു സ്റ്റഡി കമോമില്ല ആൻഡ് നട്ട്സ് ഫോർ ആൻ ആൻറ്റിഡോട്ട്. അപ്പോൾ കാപ്പി നിർത്തി കഴിയുമ്പോൾ ആ കാപ്പിയെ നമ്മൾ
പ്രൂവ് ചെയ്യുന്ന നിർത്തും. സെൻസിറ്റീവ് വന്നു പിന്നെ പ്രൂവ് ചെയ്യാണ്. കാപ്പി കുടിക്കുമ്പോൾ കാപ്പി ആയ വ്യക്തി പ്രൂവ് ചെയ്യാണ്, അത് നിൽക്കും. എന്നിട്ട് ആൻറ്റിഡോട്ട്സ് കൊടുക്കാം. ആ ആൻറ്റിഡോട്ട്സ് എന്തൊക്കെയാണ്? കമോമില്ല, നട്ട്സ്. ഇത് രണ്ടും ഏത് ആണെന്ന് വെച്ചാൽ അതിനെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ആ സന്ദർഭത്തിനനുസരിച്ച് കമോമില്ലയോ നട്ട്സോ കൊടുത്ത് അതിന് ആൻറ്റിഡോട്ട് ചെയ്യണം. ഇൻ ഓൾ ദീസ് റെമഡീസ് യു ഗെറ്റ് ഓപ്പോസിറ്റ് എഫക്ട്സ്. ഈ മരുന്നുകളെല്ലാം നമ്മൾ കാണുന്നത് അതിൻ്റെ സിംറ്റംസിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റുകളാണ്. കഴിച്ച് കുറേ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഓപ്പോസിറ്റ് എഫക്റ്റ് കാണിച്ചു തുടങ്ങും. സെക്കൻഡറി സിംറ്റംസ്. ഞാൻ ഒപ്പിയം വിൽ ഇൽസ്ട്രേറ്റ് ദാറ്റ്. നമ്മൾ ഒപ്പിയം നേരത്തെ കണ്ടുള്ള കാരണം നമുക്ക് മനസ്സിലാവുന്നത് ഒപ്പിയത്തിൻ്റെ ഓപ്പോസിറ്റ് എഫക്ട്സ്. ദ ഫസ്റ്റ് എഫക്റ്റ് ഓഫ് ഒപ്പിയം ഈസ് ടു കോൺസ്റ്റിപ്പേറ്റ്. ഫസ്റ്റ് എഫക്റ്റ് കോൺസ്റ്റിപ്പേറ്റ് ചെയ്യുന്നതാണ്. മലബന്ധമാണ് ആദ്യത്തെ ഒപ്പിയത്തിൻ്റെ ഫലം. ലെറ്റ് സെവറൽ ഡോസസ് ബി ഗിവൺ ആൻഡ് ആസ് ദ എഫക്ട്സ് ഓഫ് ദ ഒപ്പിയം വിയർ ഓഫ് ഹി മേ ഹാവ് ഡയറിയ. അപ്പോൾ കൂടുതൽ ഡോസുകൾ കൊടുത്തു കഴിയുമ്പോൾ ഒപ്പിയത്തിൻ്റെ ട്രൂ നേച്ചർ, ട്രൂ സിംറ്റം മാറിയിട്ട് ഓപ്പോസിറ്റ് സിംറ്റം കോൺസ്റ്റിപ്പേഷൻ മാറി വയറിളക്കം വരും. ഒപ്പിയം ഈറ്റേഴ്സ് ക്യാൻ സെൽഡം സ്റ്റോപ്പ് ബിക്കോസ് എ ഡയറിയ കംസ് ഓൺ. അതാണ് ഈ ഒപ്പിയം തീറ്റക്കാർക്ക് അത് നിർത്താൻ പറ്റാതെ വരുന്നത്. നിർത്തിക്കഴിഞ്ഞാൽ വയറിളക്കം വരും. പലരും പറയാറില്ലേ, ഒരു സാധനം നിർത്തിക്കഴിഞ്ഞാൽ, മദ്യം നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ വയറ്റിൽ നിന്ന് പുകവലി നിർത്തിക്കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോലും ചിലർ പറയും. പുകവലിക്കാർ പറയുന്നതാണ്. മദ്യം നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല, സ്വസ്ഥത കിട്ടില്ല, ഒരു ശാന്തത കിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഈ ഒരു സെക്കൻഡറി എഫക്റ്റാണത്. അത് നിർത്തിയ ശേഷം അത് നമ്മൾ ആൻറ്റിഡോട്ട് ചെയ്യേണ്ടി വരും. ഇഫ് യു ഷുഡ് എവർ ഹാവ് ആൻ ഒപ്പിയം കേസ് ആൻഡ് ഡയറിയ കംസ് ഓൺ, പൾസാറ്റില വിൽ നിയർലി ഓൾവേസ് കൺട്രോൾ ഇറ്റ്. അപ്പോൾ ഒപ്പിയം കേസ് നമ്മൾ നേരത്തെ കണ്ടാണത്. ഒപ്പിയം നിർത്തിക്കഴിഞ്ഞ് വയറിളക്കം വരാൻ നേരത്ത് അതിനെ നിയന്ത്രിക്കാൻ പൾസാറ്റില്ല. ബട്ട് ദർ ആർ ഇൻഡിവിജ്വൽസ് ഹു റിവേഴ്സ് ദാറ്റ്. ചില ആളുകൾ ഈ ലക്ഷണത്തെ റിവേഴ്സ് ചെയ്യും. ഓഫൺ സ്മോൾ ഡോസ് ഓപ്പിയം വിൽ ബ്രിങ് ഓൺ ഡിസെൻട്രി ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബ്ലഡി ഡിസെൻട്രി ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ബവൽസ് കമോൺ. ചെറിയ ഡോസുകൾ, ഒപ്പിയത്തിൻ്റെ ചെറിയ ഡോസുകൾ ഡിസെൻട്രി ഉണ്ടാക്കും. അത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് ബ്ലഡി, രക്തം കലർന്ന വയറിളക്കമായിട്ട് മാറും. ബവൽസിൽ, വയറ്റിലെ അന്തരാവയവങ്ങളൊക്കെ നീർവീക്കം ഉണ്ടാകും. ഓഫ് കോഴ്സ് വൺ ഈസ് ആക്ഷൻ ആൻഡ് ദ അതർ ഈസ് റിയാക്ഷൻ. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആക്ഷനാണ്, ഡയറിയയും ഡയറിയയുടെ രൂക്ഷമായ രൂപങ്ങളും എൻ്റെ റിയാക്ഷനാണ്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഉചിതമായ ആൻറ്റിഡോട്ടിനെ കണ്ടെത്തി അത് കൊടുത്ത് അതിനെ നോർമലാക്കണം. എ വുമൺ ഹൂ ഈസ് എ കൺഫേംഡ് കോഫി ഡ്രിങ്കർ വിൽ ഹാവ് മെൻസസ് ടു സൂൺ ആൻഡ് ലാസ്റ്റിംഗ് ടു ലോങ്. അപ്പോൾ സ്ഥിരം കാപ്പി കുടി ശീലമുള്ള ഒരു സ്ത്രീ, അവർക്ക് ആർത്തവം വളരെ വേഗം വരുന്നു, പീരിയഡ്സ് തെറ്റുന്നു, ആർത്തവ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നു. യൂട്രൈൻ ഹെമറേജ് ഈസ് നോട്ട് അൺകോമൺ. ഇനി ഗർഭപാത്രത്തിനുള്ള രക്തവാർച്ചയും അത്ര അസാധാരണമൊന്നുമല്ല, അത് സംഭവിക്കാം. കാപ്പി കൂടി മൂത്ത് സെൻസിറ്റിവിറ്റി കൂടുന്നതുകൊണ്ട് ഈ മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്ത് നാപ്കിൻസ് ധരിക്കാൻ പറ്റില്ല. നാപ്കിൻസിനോടും സെൻസിറ്റിവിറ്റി വരുന്നു. ബ്രാക്കറ്റിൽ പ്ലാറ്റിനം കൊടുത്തിട്ടുണ്ട്. പ്ലാറ്റിനത്തിനും ഈ ഒരു പ്രശ്നമുണ്ട്. ദ പാർട്സ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഹൈപ്പർതീഷ്യ. അപ്പോൾ ഈ അവയവങ്ങൾ എക്സസീവായിട്ടുള്ള ഫിസിക്കൽ സെൻസിറ്റിവിറ്റിയിലേക്ക് പോകുന്നു. ഹൈപ്പർതീഷ്യ നമുക്കറിയാം, ഫിസിക്കലായിട്ടുള്ള സെൻസിറ്റിവിറ്റി, ഒരു എക്സ്ട്രീം സെൻസിറ്റിവിറ്റിയിലേക്ക് വരുന്നു. അപ്പോൾ ഈ യൂറിനറി പാർട്സും അങ്ങനെ വരുന്നതുകൊണ്ട് മെൻസ്ട്രൽ ടൈമിൽ നാപ്കിൻസ് ധരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ദ വജൈന ഈസ് ഹോട്ട് ആൻഡ് സെൻസിറ്റീവ് ഓഫൺ പ്രിവെൻറ്റിങ് കൊഹിഷൻ. ഇത് മറ്റൊരു പ്രശ്നം. വജൈനയിൽ ഇതേപോലെ സെൻസിറ്റീവ് വരുന്നു, ഇൻറ്റേർണലായിട്ട് സെൻസിറ്റീവ് വരുന്നു, ചൂട് കൂടുന്നു, വല്ലാത്ത ഉഷ്ണം, പൊള്ളലിൻ്റെ എക്സ്പീരിയൻസ്, വല്ലാതെ സെൻസിറ്റീവ് ആകുന്നു. കൊഹിഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. കൊഹിഷൻ വല്ലാതെ പെയിൻഫുള്ളാകും, അത് സംഭവിക്കാത്ത ഒരവസ്ഥ വരുന്നു. അപ്പോൾ കോഫി ഡ്രിങ്കേഴ്സ് വരുന്ന സ്ത്രീകളിൽ വരുന്ന പ്രശ്നങ്ങളാണത്. ഇത് അമേരിക്കയിൽ ഇത് വലിയ പ്രശ്നമായിട്ട് വരും. കാരണം നമ്മളിവിടെ ചായ കുടിയാണ് സാധാരണ, കാപ്പി കുടി അത്ര സാധാരണമല്ല. പക്ഷെ നേരെ തിരിച്ചാണ് അമേരിക്കയിൽ. കാപ്പി കുടിയാണ് സാധാരണ, ചായ കുടി വളരെ ചുരുക്കമാണ്. അപ്പോൾ അമേരിക്കയിൽ സ്ത്രീകളിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് വരാം. ഇവിടെയും സ്ഥിരം കാപ്പി കുടിക്കുന്ന സ്ത്രീകളിൽ ഈ അവസരം ഉണ്ടെങ്കിൽ അതാദ്യം നിർത്തണം, നിർത്തിയിട്ട് ആൻറ്റിഡോട്ട് ചെയ്യണം. ഇൻ ദ ടെക്സ്റ്റ് ഇറ്റ് റീഡ്സ്, കൊട്ടേഷനാണ്, ഗ്രേറ്റ് സെൻസിറ്റീവ്നെസ് ഓഫ് ഫീമെയിൽ ജെനിറ്റൽ ഓർഗൻസ് വിത്ത് ജനറൽ എക്സൈറ്റബിലിറ്റി. സ്ത്രൈണ ലൈംഗികാവയവങ്ങളിൽ വലിയ സംവേദനക്ഷമത, പൊതുവെ ഒരു ഉത്തേജിതാവസ്ഥ. ഷീസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് എക്സ്റ്റസി. ഈ പൊതുവെ ഉത്തേജിതാവസ്ഥയാണ്. ആ സ്ത്രീ ഒരു എക്സ്റ്റസി, ഉന്മാദാവസ്ഥ,
ഒരു ലൈംഗികമാകാം, അല്ലാത്തരത്തിലും ആകാം, ഒരു പൊതുവായ ഉന്മാദാവസ്ഥയിലേക്ക് വരുന്നു. യൂട്രൈൻ ഹെമറേജസ് വിത്ത് എക്സസീവ് സെൻസിറ്റീവ്നെസ് ഓഫ് ഓർഗൻസ് ആൻഡ് വോളപ്റ്റസ് ഇച്ചിങ്. മൂത്രാശയത്തിൽ നിന്ന് രക്തസ്രാവം വരുന്നു, വല്ലാത്തൊരു അമിതമായ സംവേദനക്ഷമത, അവയവങ്ങളിൽ അമിതമായ സംവേദനക്ഷമത, വളരെ വല്ലാത്തൊരു ചൊറിച്ചിൽ, വളച്ചസ് ഇച്ച്, വല്ലാത്ത അസഹനീയമായ ചൊറിച്ചിൽ. മീറ്ററേജിയ, ലാർജ് ബ്ലാക്ക് ലംസ്. മീറ്ററേജിയ എന്ന് പറഞ്ഞാൽ ആർത്തവങ്ങൾക്കിടയിൽ വരുന്ന രക്തസ്രാവം. അത് ആർത്തവമാണെന്ന് സംശയിച്ചു പോകും. ഒരാർത്തവം കഴിഞ്ഞു, അടുത്ത ആർത്തവത്തിന് മുമ്പ് വീണ്ടും രക്തസ്രാവം വരുന്നു. അത് കൂടാതെ തന്നെ വലിയ ബ്ലാക്ക് ലംസ്, കറുത്ത നിറത്തിലുള്ള ലിവർ പോലെയൊക്കെയുള്ള കറുത്ത നിറത്തിലുള്ള കട്ടകൾ പുറത്തു പോകുന്നു. സംടൈംസ് ലാർജ് ബ്രൈറ്റ് റെഡ് ലംസ്, ചിലപ്പോൾ കറുപ്പല്ല, നല്ല ചുവന്ന നല്ല ചോരയുടെ നിറമുള്ള കട്ടകളും പോകുന്നു. ഈ കൊട്ടേഷനാണ്. വേർഡ്സ് ഫ്രം എവറി മോഷൻ വിത്ത് വയലന്റ് പെയിൻ ഇൻ ദ ഗ്രോയിൻസ് ആൻഡ് ഫിയർ ഓഫ് ഡെത്ത്. അപ്പോൾ ചെറിയൊരു ചലനം പോലും ഈ പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കുന്നു. ഭയങ്കരമായ വേദന, ഗ്രോയിൻസിൽ ഭയങ്കരമായിട്ടുള്ള വേദന, മരണഭയം, മരിച്ചു പോകുന്നുള്ള ഭയം, രക്തസ്രാവമൊക്കെ വന്ന് പോലെ അബോർഷൻ പോലെ എന്തെങ്കിലും സംഭവിച്ചാണോ, ഗർഭപാത്രത്തിൽ എന്തെങ്കിലും ക്യാൻസറോ മറ്റോ ആണെന്നൊക്കെ ഭയക്കും. അതുകൊണ്ട് മരണം സംഭവിക്കുമെന്നുള്ള ഭയം. എക്സസീവ് സെൻസിറ്റീവ്നെസ് അബൌട്ട് ദ വൾവ വിത്ത് വളപ്റ്റസ് ഇച്ചിങ്. വൾവയിൽ വല്ലാതെ ചൊറിച്ചിൽ, സെൻസിറ്റീവ്നെസ് വരുന്നു. ഇറ്റ് ഈസ് എ സ്ട്രോങ് ഫീച്ചർ ഓഫ് കോഫിയ. കോഫിയിൽ വളരെ ശക്തമായൊരു ലക്ഷണമാണ്. ആൻഡ് യു വിൽ ഓഫൺ ഫൈൻഡ് സച്ച് സിംറ്റംസ് ഇൻ കോഫി ഡ്രിങ്കേഴ്സ്. ഇത് സ്ഥിരം കാപ്പി കുടിക്കാരിൽ ഇത്തരം ലക്ഷണങ്ങൾ പലപ്പോഴും കാണും. ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ലേബർ വി ഓൾസോ സീ ദിസ് ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ദീസ് നെർവസ് മാനിഫെസ്റ്റേഷൻസ്. അപ്പോൾ പ്രസവ സമയത്തും അതിന് ശേഷവും ഇത്തരം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകാം. ഇതെല്ലാം കോഫിയയുടെ നെർവസ് മാനിഫെസ്റ്റേഷൻസ് ആണ്. ദ നെർവസ് സിസ്റ്റം ഈസ് ഇൻ എ ഫ്ലഡ്. നാഡീവ്യവസ്ഥ ആകെപ്പാടെ ഒരു കുഴപ്പത്തിലായിരിക്കുന്നു. ആൻഡ് സച്ച് എ മെൻ്റൽ സ്റ്റേറ്റ് ആസ് ഡിസ്ക്രൈബ്ഡ് കംസ് ഓൺ വിത്ത് ആഫ്റ്റർ പെയിൻസ്, എക്സ്ട്രീംലി സെൻസിറ്റീവ് ടു പെയിൻ. അപ്പോൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള മെൻ്റൽ സ്റ്റേറ്റ് ഈ പ്രസവശേഷമുള്ള വേദനയോടൊപ്പം വരുന്നു. വേദനയോട് വല്ലാതെ സംവേദനക്ഷമതയാകുന്നു, വല്ലാതെ കരഞ്ഞു വിളിക്കുന്നു, ദർശനങ്ങൾ, വിഷൻസ്, ഭൂതപ്രേത പിശാചുക്കളെ കാണുന്ന വരുന്നു, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു, കോഫിയുടെ ലക്ഷണങ്ങൾ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു. പെയിൻസ് അഗ്രിവേറ്റഡ് ഫ്രം മോഷൻ, അഗ്രിവേറ്റഡ് ഫ്രം നോയ്സ്. ചെറിയ ചലനം കൊണ്ട്, ശബ്ദം കൊണ്ടൊക്കെ ഈ പ്രസവാനന്ത വേദനകൾ വർദ്ധിക്കുന്നു. വാണ്ട്സ് എവരിബഡി ടു കീപ് സ്റ്റിൽ ഇൻ ദ ഹൗസ്. മറ്റൊരു ദുശാഠ്യം, ഇതൊക്കെ ദുശാഠ്യം എന്ന് പറയും. വീട്ടിലെല്ലാവരും മിണ്ടാതിരിക്കണം, മിണ്ടരുത്. കൺവൾഷൻസ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളിലുണ്ടാകുന്ന വലിച്ചുകൊച്ചലുകൾ. പ്യൂർപ്പറൽ കൺവൾഷൻസ്, എക്സ്ട്രീം എക്സൈറ്റബിലിറ്റി. പാൽപിറ്റേഷൻ ഓഫ് ദ ഹാർട്ട്, പൾസ് ഫ്ലട്ടറിങ്. ഇതൊക്കെ പ്രൂവേഴ്സിനെ കോട്ട് ചെയ്തിരിക്കുകയാണ്. വല്ലാതെ നെഞ്ചടിപ്പ്, പൾസ് ഇങ്ങനെ മാറിയും മറിഞ്ഞൊക്കെ വരുന്നു. സ്ട്രോങ് ക്വിക്ക് പാൽപിറ്റേഷൻ ഓഫ് ദ ഹാർട്ട് വിത്ത് എക്സ്ട്രീം നെർവസ്നെസ്. സ്ലീപ്ലെസ്നെസ് ആൻഡ് സെറിബ്രൽ എറിത്തിസിസം കോസ്ഡ് ബൈ അൺഎക്സ്പെക്ടഡ് ന്യൂസ് ഓഫ് ഗ്രേറ്റ് ഗുഡ് ഫോർച്യൂൺ. വല്ലാത്ത സംവേദനക്ഷമത, എറിത്തിസിസം, വല്ലാത്ത സംവേദനക്ഷമതയാണ്. ശക്തമായ നെഞ്ചിടിപ്പുണ്ടാകുന്നു, വല്ലാതെ ഒരു നെർവസ് ആകുന്നു, ഉറക്കമില്ലാതാകുന്നു, തലച്ചോറിന് വല്ലാതെ സംവേദനക്ഷമത വരുന്നു. അതെങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഭാഗ്യമുണ്ടായി, ഒരു നല്ല വാർത്ത കേൾക്കുമ്പോൾ അതുകൊണ്ട് മോശം ഫലങ്ങളുണ്ടാകുന്നു. ലെറ്റ് എ വുമൺ അബൌട്ട് ടു ഗോ ഇൻ ടു കൺഫൈൻമെൻറ്റ് ഹിയർ സഡൻലി സം അൺയൂഷ്വലി ഗുഡ് ന്യൂസ് ആൻഡ് ഷീ ബിക്കംസ് ഓൾമോസ്റ്റ് എക്സസിക്. അപ്പോൾ കൺഫൈൻമെൻറ്റിലേക്ക് പോകുന്ന സ്ത്രീ പെട്ടെന്നൊരു നല്ല വാർത്ത കേൾക്കുന്നു, വല്ലാതെ ഉത്തേജിതാവസ്ഥയിലാകുന്നു. ഈ ഒരു ലക്ഷണം, ഉത്തേജിത ലക്ഷണം ഈ ഗർഭാവസ്ഥയിൽ, കൺഫൈൻമെൻറ്റിൽ മുഴുവൻ, ഗർഭാവസ്ഥയിൽ മുഴുവൻ തുടർന്ന് നിൽക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? ദ ചൈൽഡ് ഈസ് എഫക്റ്റഡ്, ദ മിൽക്ക് ഈസ് എഫക്റ്റഡ്. ഗർഭസ്ഥ ശിശുവിനെ പ്രസവശേഷം മുലപ്പാലിനെയൊക്കെ അത് ബാധിക്കുന്നു. ദ മിൽക്ക് ഫ്ലോസ് എവേ. പാല് വെറുതെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നു. ഹെമറേജസ് ഈസ് ലൈക്ലി ടു കം ഓൺ. രക്തസ്രാവം ഉണ്ടാകാം. ഗ്രേറ്റ് നെർവസ്നെസ്, എക്സൈറ്റബിലിറ്റി, ഫിയർ. വല്ലാത്തൊരു നെർവസ്നെസ്, ഉത്തേജിതാവസ്ഥ, ഭയം ഒക്കെ ഉണ്ടാകുന്നു.
കോഫിയ എത്ര പ്രധാനപ്പെട്ട ഒരു ഔഷധമാണെന്ന് നോക്കുക. എത്രയോ സ്ത്രീകളിലും മറ്റുമൊക്കെ സാധാരണമായി വരുന്ന എത്രയോ പ്രശ്നങ്ങളിൽ, പൊതുവെ ആളുകൾക്ക് വരുന്ന മാനസികവും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കോഫി അവരെ ഉപകരിക്കും. അപ്പോൾ ലക്ഷങ്ങൾ ശരിക്കും മനസ്സിലാക്കി അത് ഉപയോഗിക്കാവുന്ന സന്ദർഭങ്ങളിലൊക്കെ അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. പിന്നിൻ്റെ ഈ ഒരു അധ്യായം അതിന് നിങ്ങളെ സഹായിക്കും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കനാബിസ് എന്നുള്ള അധ്യായം നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇനിയും ഈ പരമ്പര സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ വീഡിയോസ് മറ്റുള്ളവരെ അയച്ചു കൊടുക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.